ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാവരും ചതിക്കുന്നവരാ. സുചിത്രയെടുത്ത് എന്തിനാ കരയുന്നേ? സുചിത്രയെടുത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ല, ഞാനും കൂടി കൂട്ടു നിന്നിട്ടാ പ്രകാശേട്ടന് ആ പൈസ തട്ടിയെടുത്തതെന്ന അച്ഛനമ്മ വിശ്വസിച്ചിരിക്കുന്നത്. എഴുത്തി, അപ്പോഴത്തെ ദേഷ്യത്തിന് അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ഞങ്ങളെയൊക്കെ നന്നായിട്ട് സുചിത്രയെടുത്തെ അറിയാം. ഈ കുടുംബത്തിലുള്ളവർക്ക് ദോഷം വരുന്നതൊന്നും ചിന്തിക്ക് പോലുമില്ലെന്ന് അമ്മ ഒരു 100 പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. മടുത്തു. ഒരു മുഴുക്കുടിയനോടൊപ്പാണെങ്കിലും പെണ്ണുപിടിയനോടൊപ്പാണെങ്കിലും ജീവിക്കാം. പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. പല പ്രാവശ്യം പ്രകാശേട്ടനോടൊപ്പമുള്ള ജീവിതം മടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് വിചാരിച്ചതാ മോളെ. അങ്ങനെ ഇറങ്ങിപ്പോയാൽ തന്നെ ചെന്ന് കയറാൻ ഒരു സ്ഥലമില്ലല്ലോ. കണ്ടവരുടെ എച്ചിൽ പാത്രം കഴുകി നിത്യവൃത്തി കഴിക്കുന്ന എന്റെ അമ്മയ്ക്ക് മോൾ ഈ വീട്ടിലെ സന്തോഷത്തോടെ കഴിയുന്നുണ്ടല്ലോ എന്ന ഏക ആശ്വാസമുണ്ട്. അതിനിടയില് ഈ പച്ചക്കറിക്കൊക്കെ എന്താ വില? ഇങ്ങനെയാണ് പോക്കെങ്കില് തട്ടുകടയിൽ ദോശയുടെ വില വീണ്ടും കൂട്ടേണ്ടി വരും. സുചിത്രേച്ചി, നമുക്കേ ഇവിടെ ഒരു പച്ചക്കറി തോട്ടം കൂടി സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ തട്ടുകടയുടെ മുമ്പിൽ ഒരു ബോർഡ് കൂടി വെക്കണം. വിഷരഹിത പച്ചക്കറി തട്ടുകട. ഇതെന്താ ഞാനൊരു കോമഡി പറഞ്ഞിട്ടും പ്രതികരണം ഇല്ലാത്തത്? അത്രയ്ക്ക് ബോറാണ് എന്റെ കോമഡി. ജഗ, ഈ വീട്ടിൽ ഇപ്പൊ ഒരു വലിയ യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ. ഓ, അതാണോ കാര്യം? അല്ലെങ്കിൽ തന്നെ ഇവിടെ യുദ്ധമില്ലാത്തൊരു ദിവസമുണ്ടോ? അല്ല, ഇന്നെന്തായിരുന്നു പരസ്പരം വാളെടുക്കാനുള്ള കാരണം? പ്രകാശേട്ടൻ വിനുവേട്ടന് വസ്തു വാങ്ങാനാണെന്ന് പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അത് സ്വന്തം കാര്യത്തിനെടുത്ത്. വിനുവേട്ടനെ മാത്രല്ല, നമ്മളെല്ലാവരെയും ഒരുമിച്ച് പറ്റിക്കായിരുന്നു. സുചിത്രേച്ചി, സുചിത്രേച്ചിയുടെ ഭർത്താവ് ആ കാണിച്ചത് വലിയ നെറികേടായിപ്പോയി. പ്രകാശേട്ടൻ ഇങ്ങനൊരു ചതി ചെയ്തു എന്ന് വസന്തേച്ചി പറഞ്ഞിവിടെ അറിഞ്ഞപ്പോഴേ സുചിത്രയെടുത്ത് ആകെ തകർന്ന് നിൽക്കാണ്. അതിനിടയിൽ ഇനി ജഗനും കൂടി. അയ്യോ, ഞാൻ പ്രകാശേട്ടൻ ചെയ്തത് ചതിയായി പോയെന്നാ പറഞ്ഞത്. സുചിത്രയ്ക്ക് ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല എന്ന് ഈ വീട്ടില് ആർക്കറിയാത്തത്? അച്ഛനും അമ്മയും സങ്കടം കൊണ്ട് എഴുത്തിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അതിലാകെ തകർന്ന് നിൽക്ക എഴുത്തി. സുചിത്രേച്ചി, ചേച്ചി കരയണ്ട. പ്രകാശേട്ടൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ പണത്തിനോടുള്ള ഈ ആർത്തി. ജഗ, ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ ഒന്നും തലയിൽ കേറില്ല. കുറച്ചു നേരം വെറുതെ ഇരിക്കട്ടെ, എന്നാലേ മനസ്സൊന്ന് ശാന്തമാവും.